ക്രിസ്തുമതം AD 1-ാം ശതകത്തിലാണ് ക്രിസ്തുമതം കേരളത്തിലെത്തിയത്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ക്രിസ്തുമതം യൂറോപ്പിൽ ഔദ്യോഗികമായി അംഗീകരിക്കപ്പെടുകയോ റോമിലെ മതമായി പ്രതിഷ്ഠ നേടുകയോ ചെയ്യുന്നതിന് 3 നൂറ്റാണ്ട് മുൻപ് കേരളത്തിൽ പ്രചരിക്കാൻ തുടങ്ങി. AD 52-ൽ തോമസ് പുണ്യവാളൻ മുസിരിസിനടുത്തുള്ള മാലിയങ്കര പ്രദേശത്ത് വന്നെന്നും ഒട്ടേറെ ബ്രാഹ്മണരെയും മറ്റുള്ളവരെയും മതപരിവർത്തനം ചെയ്യിച്ചെന്നും മാലിയങ്കര, പാലയൂർ, കോട്ടക്കാവ്, കൊക്കമംഗലം, കൊല്ലം, നിരണം, നിലയ്ക്കൽ എന്നിവിടങ്ങളിലായി 7 പള്ളികൾ സ്ഥാപിച്ചെന്നും ഐതിഹ്യമുണ്ട്. തോമസ് പുണ്യവാളനുമായി ബന്ധപ്പെട്ട ഈ ഐതിഹ്യത്തിലുള്ള വിശ്വാസം കേരളത്തിലെ ക്രിസ്ത്യാനികൾക്കിടയിൽ പരക്കെ പ്രചരിച്ചിട്ടുള്ളതും രൂഢമൂലവുമാണ്. എന്നാൽ ഈ വിശ്വാസത്തിനാധാരമായ തെളിവുകളെ ആധുനിക ചരിത്രകാരന്മാരിൽ അധികം പേരും നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. ക്രിസ്തുവർഷത്തിന് മുൻപ് കേരളവും മെഡിറ്ററേനിയൻ പ്രദേശങ്ങളും തമ്മിലുണ്ടായിരുന്ന വിപുലമായ വാണിജ്യ ബന്ധങ്ങളുടെ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ തോമസ് പുണ്യവാളന്റെ കേരളാഗമത്തിൽ അസംഗത്യമൊന്നുമില്ല. AD 68-ൽ കൊടുങ്ങല്ലൂർ വന്നിറങ്ങിയ ജൂതന്മാർ പരമ്പരയാ സൂക്ഷിച്ചു പോരുന്ന വിവരണങ്ങളിൽ അന്ന് കൊടുങ്ങല്ലൂരുണ്ടായിരുന്ന ക്രൈസ്തവ സമുദായത്തെക്കുറിച്ച് പരാമർശമുണ്ട്. AD 2-ാം ശതകത്തിൽ കേരളം സന്ദർശിച്ച അലക്സാണ്ട്രിയൻ വിദ്യാലയാധ്യക്ഷനായ പാന്തയേനസ് അന്ന് കേരളത്തിൽ അഭിവൃദ്ധമായ ഒരു ക്രിസ്ത്യൻ സമുദായത്തെ കണ്ടതായി പ്രസ്താവിച്ചിട്ടുള്ളതും ഇതിന് ഉപോദ്ബലകമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ക്രിസ്തുമതം ഒരു വൈദേശിക മതമാണെങ്കിലും അത് ഇവിടെ പ്രത്യക്ഷപ്പെട്ട കാലം മുതൽ ഒരു ഏതദ്ദേശീയ മതം പോലെ തന്നെ മാനിക്കപ്പെടുകയും അഭംഗുരമായ വികാസം നേടുകയും ചെയ്തു. കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ നിർദ്ദേശപ്രകാരം AD 325-ൽ നിസിയായിൽ വച്ച് കൂടിയ സർവ്വദേശീയ ക്രൈസ്തവ സമ്മേളനത്തിൽ മറ്റ് പലരുടെയും കൂട്ടത്തിൽ പേർഷ്യയുടെയും മഹത്തായ ഇന്ത്യയുടെയും മെത്രോപൊലീത്ത എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ജോഹന്നസും പങ്കെടുത്തിരുന്നു. ബാഗ്ദാദ്, നിനവെ, ജെറുസലേം എന്നിവിടങ്ങളിലെ 7 ഗോത്രങ്ങളിൽപ്പെട്ട 72 കുടുംബങ്ങളിൽ നിന്നുള്ള 400 ക്രിസ്ത്യാനികളടങ്ങിയ ഒരു സംഘം സിറിയക്കാർ AD 345-ൽ കാനായി തോമസ് ഓഫ് കാന എന്ന കച്ചവടക്കാരന്റെ നേതൃത്വത്തിൽ കേരളത്തിലെത്തിയപ്പോൾ ഇവിടുത്തെ ക്രിസ്ത്യാനികളുടെ എണ്ണം വർദ്ധിച്ചു. AD 6-ാം ശതകത്തിന്റെ ആദ്യകാലത്ത് കേരളം സന്ദർശിച്ച ബൈസന്റൈൻ സന്യാസിയായ കോസ്മസ് ഇൻഡോക്കോ പ്ലുസ്തുസ് ഇവിടുത്തെ ക്രിസ്ത്യൻ സമുദായത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ക്രിസ്ത്യാനികൾ വാണിജ്യത്തിൻ്റെയും വ്യവസായത്തിൻ്റെയും രംഗത്ത് അനുക്രമം പ്രാമാണ്യം നേടുകയും അചിരേണ രാജാക്കന്മാരുടെ പക്കൽ നിന്ന് ഒട്ടേറെ ആനുകൂല്യങ്ങളും വിശേഷാധികാരങ്ങളും കൈപ്പറ്റുകയും ചെയ്തു. 2-ാം ചേര സാമ്രാജ്യത്തിൻ്റെ കാലത്ത് AD 800 1102 അവർ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു വർത്തക സമുദായമായിരുന്നു. സ്ഥാണു രവി ചക്രവർത്തിയുടെ 844-885 ഭരണം നടക്കുമ്പോൾ വേണാട്ടിലെ അയ്യനടികൾ തിരുവടികൾ ചമച്ച തരിസാപ്പള്ളി ചെപ്പേടിൻ പ്രകാരം കൊല്ലത്തെ ക്രിസ്ത്യാനികൾക്ക് വിലപ്പെട്ട ഒട്ടധികം അവകാശങ്ങളും അധികാരങ്ങളും ലഭിക്കുകയുണ്ടായി. രാജസിംഹന്റേതായി 1028-1043 താഴക്കാട്ടുപള്ളിയിലുള്ള ശാസനം മണി ഗ്രാമത്തിലെ അംഗങ്ങളായിരുന്ന ചാത്തൻ വടുകൻ, ഇരവിച്ചാത്തൻ എന്ന 2 ക്രിസ്ത്യൻ കച്ചവടക്കാർക്ക് ചില അധികാരങ്ങൾ ചാർത്തിക്കൊടുത്തതായി പറയുന്നു. വീരരാഘവ ചക്രവർത്തി AD 1225-ൽ എഴുതിക്കൊടുത്ത ചെമ്പു പട്ടയമനുസരിച്ച് അദ്ദേഹത്തിന്റെ മഹോദയപുരത്തെ ഇരവിക്കോർത്തനൻ എന്ന ക്രിസ്ത്യൻ വ്യാപാരിക്ക് ഒട്ടേറെ സ്ഥാനമാനങ്ങൾക്ക് പുറമെ മണിഗ്രാമം എന്ന വണിക് സംഘത്തിന്റെ നായക പദവിയും അനുവദിച്ചു കൊടുക്കുകയുണ്ടായി. ഹിന്ദുക്കൾക്ക് തുല്യമായ നിലയിലാണ് ക്രിസ്ത്യാനികളോടും ഭരണാധികാരികൾ പെരുമാറിപ്പോന്നത്. കേരളത്തിന്റെ സാമ്പത്തികവും സാമൂഹികവുമായ ജീവിതത്തിൽ അവർക്ക് ഉന്നതമായ സ്ഥാനമുണ്ടായിരുന്നു. കേരളത്തിലെ ക്രിസ്തുമതം ശതവർഷങ്ങളിലൂടെ സത്വര പുരോഗതി നേടുകയും ക്രൈസ്തവ സഭ ഈ നാട്ടിലെ സുസംഘടിതമായ സ്ഥാപനങ്ങളിൽ ഒന്നായി തീരുകയും ചെയ്തു. ഏതായാലും അതിൻ്റെ ആരാധനാക്രമവും സംവിധാനവും വിവിധമായ സാംസ്കാരിക പ്രേരണകൾക്ക് വിധേയമാവുകയുണ്ടായി. സുറിയാനി ഭാഷയിലുള്ള കുർബാനയാണ് കേരളത്തിലെ ക്രിസ്ത്യാനികൾക്കിടയിൽ ആദ്യകാലം മുതൽക്കേ പ്രചാരത്തിലിരുന്നത്. കേരളത്തിലെ ആദ്യത്തെ ക്രിസ്ത്യാനികളെ, സെന്റ് തോമസ് ക്രിസ്ത്യാനികളെ സുറിയാനി ക്രിസ്ത്യാനികൾ എന്ന് വിളിച്ചു പോന്നത് യഥാർത്ഥത്തിൽ അവർ സുറിയാനി ഭാഷയിൽ കുർബാന സ്വീകരിച്ചതുകൊണ്ടാണ്. യേശുക്രിസ്തുവിൻ്റെ ഭാഷയായിരുന്ന അർമായിക്കിൻ്റെ ഒരു പ്രാദേശിക ശാഖയാണ് സുറിയാനി.
അത് പേർഷ്യൻ ക്രൈസ്തവ സഭയുടെ ഭാഷയായി തീർന്നു. AD 6-ാം ശതകം തൊട്ട് 16-ാം ശതകം വരെ ഈ പേർഷ്യ സഭയുടെ വൈദികമായ മേൽനോട്ടത്തിലായിരുന്നു കേരളീയ ക്രൈസ്തവ സഭ. ആകയാൽ സുറിയാനി ഭാഷ കേരള സഭയുടെ വിശുദ്ധ ഭാഷയായി തീരുക കേവലം സ്വാഭാവികമായിരുന്നു. മധ്യകാലത്ത് കൊല്ലത്തെത്തിയ ലത്തീൻ ക്രിസ്ത്യൻ മിഷണറിമാർ കേരളത്തിൽ ആരാധനയ്ക്ക് ആദ്യമായി ലത്തീൻ ഭാഷ നടപ്പിലാക്കി. പോർച്ചുഗീസുകാർ വരികയും 1498 അവരുടെ രാഷ്ട്രീയ സ്വാധീനം ഇവിടെ ഉറയ്ക്കുകയും ചെയ്തതോടുകൂടി ലത്തീൻ ഭാഷയിലുള്ള പ്രാർത്ഥന പ്രധാനവും സ്ഥിരവുമായ ഒരു ഘടകമായി തീരുകയും കേരളത്തിൽ വിശേഷിച്ചും തീരപ്രദേശങ്ങളിൽ ലത്തീൻ ക്രിസ്ത്യാനികളുടെ ഒരു വലിയ സമുദായം ഉയർന്നു വരികയും ചെയ്തു. സേവിയർ പുണ്യവാളന്റെ പ്രവർത്തനവും ഉദയംപേരൂർ സുന്നഹദോസും 1599 കേരള സഭയെ ലത്തീൻ സഭയാക്കുന്നതിൽ നല്ല പങ്ക് വഹിച്ചിട്ടുണ്ട്. അങ്ങനെ കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ ഒരു വിഭാഗം പോപ്പിന്റെ അധികാരത്തിന് കീഴിലായി. 17-ാം ശതകത്തിന്റെ മധ്യമാകുമ്പോൾ പോർച്ചുഗീസുകാരുടെ ശക്തി കേരളത്തിൽ ക്ഷയിക്കുകയും തൽസ്ഥാനത്ത് ഡച്ചുകാർ പ്രാമാണ്യം നേടുകയും ചെയ്തു. റോമിലെ പോപ്പിന്റെ കീഴിലായിരുന്ന കേരളീയ ക്രൈസ്തവ സഭയുടെ ഒരു വിഭാഗം റോമൻ സ്വാധീനം വിട്ട് ഏതദ്ദേശീയരായ ബിഷപ്പുമാരുടെ കീഴിൽ സ്വതന്ത്രരായി പ്രവർത്തിച്ചു തുടങ്ങി. വൈദിക അധ്യക്ഷന്മാരുടെ പിന്തുടർച്ച അന്തിയോക്കിലെ പാത്രിയാർക്കിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു. 19-ാം ശതകത്തിന്റെ ആരംഭത്തിൽ ഇംഗ്ലീഷുകാർ കേരളത്തിൽ പ്രതിഷ്ഠ നേടിയതോടുകൂടി ചർച്ച് മിഷൻ സൊസൈറ്റി ഓഫ് ലണ്ടൻ CMS ഇവിടുത്തെ സുറിയാനി സഭയിൽ പ്രവർത്തിച്ചു തുടങ്ങി. കുറെ കാലം സിറിയൻ പുരോഹിതന്മാരും CMS മിഷണറിമാരും പരസ്പരം സഹകരിച്ചു. ഒടുവിൽ മിഷണറിമാർ സുറിയാനി സഭയിൽ നിന്നും അതിൻ്റെ ബിഷപ്പുമാരിൽ നിന്നും തെറ്റിപ്പിരിഞ്ഞ് സ്വന്തം നിലയിൽ പ്രവർത്തനം ആരംഭിച്ചു. അവരുടെ ശ്രമത്തിന്റെ ഫലമായിട്ടാണ് ആംഗ്ലിക്കൻ സഭ രൂപം കൊണ്ടത്. CMS മിഷണറിമാരുടെ സ്വാധീന ശക്തിയിൽപ്പെട്ട ചില സുറിയാനി സഭാ പുരോഹിതന്മാർ സുറിയാനി പള്ളികളിൽ ആരാധനാഭാഷയായി സുറിയാനിക്ക് പകരം മലയാളം ഏർപ്പെടുത്തുക മുതലായ പരിഷ്കാരങ്ങൾക്ക് വേണ്ടി വാദിച്ചു. സുറിയാനി സഭയിലെ ബിഷപ്പുമാരും പുരോഹിതന്മാരും ഈ പരിഷ്കാര നിർദ്ദേശത്തെ അനുകൂലിച്ചില്ല. അതുകൊണ്ട് പരിഷ്കരണവാദികൾ ജാക്കോബൈറ്റ് സിറിയൻ സഭ, ആംഗ്ലിക്കൻ സഭ, റോമൻ കത്തോലിക്ക സഭ എന്നിവയിൽ നിന്ന് വ്യത്യസ്തമായി മാർത്തോമ സുറിയാനി സഭ സ്ഥാപിച്ചു. ഇങ്ങനെ തോമസ് പുണ്യവാളന്റെ ആഗമനത്തിന് ശേഷം 19 നൂറ്റാണ്ടുകൾ കൊണ്ട് കേരളത്തിലെ ക്രൈസ്തവ സഭ വൈദേശിക സഭകളുടെ തുടരെയുള്ള സ്വാധീന ശക്തികൾക്ക് വിധേയമാവുകയും തൽഫലമായി 5 ശാഖകളായി പിരിയുകയും ചെയ്തു. പ്രധാനമായി തൃശ്ശൂരും എറണാകുളത്തും പ്രവർത്തിക്കുന്ന നെസ്റ്റോറിയൻ സഭ, തിരുവനന്തപുരത്ത് ഇതിനൊരു ശാഖയുണ്ട്. കേരളത്തിൽ മുഴുവൻ വ്യാപിച്ചിട്ടുള്ളതും സുറിയാനി, ലത്തീൻ, മലയാളം എന്നീ 3 ഭാഷകളും പ്രാർത്ഥനയ്ക്ക് അംഗീകരിച്ചിട്ടുള്ളതുമായ റോമൻ കത്തോലിക്ക സഭ, ഇന്ന് ഓർത്തഡോക്സ് സുറിയാനി സഭ എന്നറിയപ്പെടുന്ന ജാക്കോബൈറ്റ് സുറിയാനി സഭ, ഇപ്പോൾ ദക്ഷിണ ഭാരത സഭയുടെ ശാഖയായി പ്രവർത്തിക്കുന്ന ആംഗ്ലിക്കൻ സഭ, മാർത്തോമ സുറിയാനി സഭ എന്നിവയാണ് ഈ 5 ശാഖകൾ. പല വൈദേശിക സഭയുടെയും സഹായത്തോടെ പ്രവർത്തിക്കുന്ന ദൗത്യ സംഘങ്ങളും ചെറിയ സഭകളും ഒട്ടേറെ വേറെയുമുണ്ട്. വിവിധ സഭകളുടെ ആരാധനാക്രമങ്ങളെയും സംവിധാനങ്ങളെയും രൂപപ്പെടുത്തുന്നതിൽ വിവിധ സാംസ്കാരിക പ്രേരണകൾ എങ്ങനെ പ്രവർത്തിച്ചു പോന്നു എന്നതിന് ഉദാഹരണമാണ് കേരളത്തിലെ ക്രിസ്തുമതത്തിന്റെ ആവിർഭാവ വികാസങ്ങളുടെ ചരിത്രം. ഏതായാലും കേരളത്തിലെ ക്രിസ്ത്യാനികൾ അവരുടെ ഹൈന്ദവ സഹോദരന്മാരുടെ ഭാഷയും വേഷവും ശീലവും സ്വീകരിച്ച് കേരളീയ സമുദായവുമായി പൂർണ്ണ സാമ്യം പ്രാപിച്ചു. അവർ വിശ്വാസത്തിൽ ക്രിസ്ത്യാനികളാണെങ്കിലും മറ്റെല്ലാ അംശങ്ങളിലും തനി കേരളീയരാണ്. യഹൂദമതം. ക്രിസ്ത്യാനികളെപ്പോലെ ജൂതന്മാരും പണ്ടേ കേരളീയ സമുദായത്തിന്റെ ഒരു ഭാഗമായി തീർന്നിരുന്നു. അവർ മതപീഡനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ AD 68 കേരളത്തിൽ എത്തിച്ചേർന്നെന്നാണ് പരമ്പരാഗതമായ വിശ്വാസം. സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടെ 10,000 ജൂതമത വിശ്വാസികൾ കേരളത്തിൽ വന്നതായും കൊടുങ്ങല്ലൂർ, പാലയൂർ, മാള, പുല്ലൂറ്റ് എന്നിവിടങ്ങളിൽ താമസമുറപ്പിച്ചതായും പറയപ്പെടുന്നു. ഇതിനുപോദ്ബലകമായി നേരിട്ട് തെളിവുകളൊന്നും ഇല്ലായകയാൽ ഈ വിശ്വാസത്തിന്റെ സാധുതയെ ചില പണ്ഡിതന്മാർ നിഷേധിച്ചിട്ടുണ്ട്. പക്ഷേ സോളമന്റെ കപ്പലുകൾ വാണിജ്യകാര്യങ്ങൾക്കായി കേരളത്തിൽ വന്നിട്ടുള്ളതുകൊണ്ട് BC 1000 ആണ്ടിന് മുൻപേ കേരളത്തെക്കുറിച്ച് പ്രാചീന യഹൂദന്മാർക്ക് അറിയുമായിരുന്നു എന്ന കാര്യം തീർച്ചയാണ്. ആകയാൽ ജൂതന്മാർ സ്വന്തം നാട്ടിൽ മതപീഡനത്തെ നേരിടേണ്ടി വന്നപ്പോൾ രക്ഷാകേന്ദ്രം തേടി കേരളത്തിലേക്ക് പുറപ്പെട്ടു എന്ന് കരുതുന്നതിൽ അനുപപത്തിയില്ല. അവർ
AD 1-ാം നൂറ്റാണ്ടിൽ തന്നെ മുസിരിസിൽ അഥവാ കൊടുങ്ങല്ലൂരിൽ വന്ന് ആദ്യത്തെ താവളം ഉറപ്പിച്ചിരിക്കണം. തുടർന്നുള്ള ശതകങ്ങളിൽ ക്രിസ്തുമതത്തിന്റെ പ്രചാരത്തോടെ ജന്മഭൂമിയിൽ കൂടുതൽ മതമർദ്ദനങ്ങൾ അനുഭവിക്കേണ്ടി വന്നപ്പോൾ കൂടുതൽ ജൂതന്മാർ സംഘമായി കേരളത്തിലേക്ക് പോന്നിരിക്കാൻ ഇടയുണ്ട്. നേരത്തെ പറഞ്ഞ ജൂത കേന്ദ്രങ്ങൾക്ക് പുറമെ കൊല്ലം, മാടായി, പന്തലായനി കൊല്ലം, ചാവക്കാട് തുടങ്ങിയ പ്രദേശങ്ങളിലും ജൂതന്മാർ വസിച്ചിരുന്നതായി വിദേശ സഞ്ചാരികളുടെ വിവരണങ്ങളിൽ നിന്നും പ്രാദേശിക കഥകളിൽ നിന്നും മനസ്സിലാക്കാം. ഈ പ്രദേശങ്ങളിൽ അവർ താമസിച്ചിരുന്നത് ചാവക്കാട്ടെ ജൂതക്കുന്നും മാടായിയിലെ ജൂതക്കുളവും അല്ലാതെ ഇന്ന് തെളിവ് ഒന്നുമില്ല. കേരളത്തിലെ ജൂതർ അവരുടെ മുൻഗാമികളായിരുന്ന ക്രിസ്ത്യാനികളെപ്പോലെ വമ്പിച്ച സാമ്പത്തികാഭിവൃദ്ധി നേടുകയും രാജാക്കന്മാരിൽ നിന്ന് വിലപ്പെട്ട വിശേഷാധികാരങ്ങൾ സമ്പാദിക്കുകയും ചെയ്തു. ഭാസ്കര രവിവർമ്മ ചക്രവർത്തിയുടെ AD 1000 ആണ്ടത്തെ ജൂതശാസനം അദ്ദേഹം ജോസഫ് റബ്ബാൻ എന്ന ജൂതപ്രമാണിക്ക് ഒട്ടധികം അവകാശാധികാരങ്ങൾ ആചന്ദ്രതാരം അനുവദിച്ചു കൊടുത്തതിൻ്റെ രേഖയാണ്. പോർച്ചുഗീസുകാരുടെ ആഗമനം വരെ ജൂതന്മാർക്ക് സമുദായത്തിൽ ബഹുമാന്യ സ്ഥാനം ഉണ്ടായിരുന്നു. പോർച്ചുഗീസുകാരാകട്ടെ അവരെ പീഡിപ്പിക്കുകയും 1565 കൊടുങ്ങല്ലൂർ നിന്നും കൊച്ചിയിൽ മാറി താമസിക്കാൻ നിർബന്ധിതരാക്കുകയും ചെയ്തു. ഈ കുടിമാറ്റത്തിനിടയ്ക്ക് 1567 നിർമ്മിച്ചതാണ് മട്ടാഞ്ചേരിയിലെ വെള്ള ജൂതന്മാരുടെ പള്ളി. അതിനുശേഷം നൂറ്റാണ്ടുകളായി അവർ മധ്യ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട വർത്തക സമുദായമായി തുടർന്നു. ഡച്ചുകാരുടെയും ഇംഗ്ലീഷുകാരുടെയും കാലത്ത് വാണിജ്യ പ്രവർത്തനങ്ങളിലും മതകാര്യങ്ങളിലും പരിപൂർണ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു അവർക്ക്. 1948 മെയ്യിൽ ഇസ്രായേൽ യഹൂദ രാഷ്ട്രമായി തീർന്നതിന് ശേഷം കേരളത്തിലെ ജൂതന്മാർ ക്രമേണ അങ്ങോട്ട് താമസം മാറ്റി. 1991 സെൻസസ് പ്രകാരം 120ഓളം ജൂതന്മാരെ കേരളക്കരയിൽ അവശേഷിക്കുന്നുള്ളൂ. ഇസ്ലാം മതവും കേരളത്തിൽ നേരത്തെ പ്രചരിച്ചു തുടങ്ങി. മറ്റൊരിടത്ത് സൂചിപ്പിച്ചതുപോലെ പ്രവാചകന്റെ കാലത്തിനു മുൻപേ അറേബ്യയും കേരളവും തമ്മിൽ വലിയ തോതിൽ വാണിജ്യം നടന്നിരുന്നു. ക്രിസ്ത്യാനികളെയും ജൂതന്മാരെയും പോലെ അറബികളും കൊടുങ്ങല്ലൂരാണ് താമസമുറപ്പിച്ചത്. അവർ ആ പട്ടണത്തിന്റെ ഒരു ഭാഗം സ്വന്തമായൊരു സങ്കേതം സ്ഥാപിച്ചു. ഈ അറബി കച്ചവടക്കാരായിരിക്കാം 7-ാം ശതകത്തിലോ 8-ാം ശതകത്തിലോ പ്രവാചക മതം ഇവിടെ പ്രചരിപ്പിച്ചു തുടങ്ങിയത്. ക്രിസ്തുമതവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇസ്ലാം മതത്തിന്റെ വികാസം ഇവിടെ മന്ദഗതിയിലായിരുന്നു എന്ന് കാണാം. സുലൈമാന്റെ കേരള സന്ദർശന കാലത്ത് AD 851 കേരളക്കരയിൽ അധികം മുസ്ലിങ്ങൾ ഇല്ലായിരുന്നു. അദ്ദേഹം ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: ഇരു രാജ്യക്കാരിലും ചൈനക്കാരിലും ഇന്ത്യക്കാരിലും മുഹമ്മദു മതം സ്വീകരിക്കുകയും അറബി ഭാഷ സംസാരിക്കുകയും ചെയ്ത ഒരാളെയും ഞാൻ കണ്ടില്ല. ഒടുവിലത്തെ ചേര ചക്രവർത്തി ചേരമാൻ പെരുമാൾ ഇസ്ലാം മതം സ്വീകരിച്ച് മെക്കയിലേക്ക് പോയെന്നും അതിനെ തുടർന്നാണ് ആ മതം കേരളത്തിൽ പ്രചരിച്ചതെന്നും സന്ദേഹാസ്പദമായ ഒരു ഐതിഹ്യം നിലവിലുണ്ടെന്ന വസ്തുത കൂടി ഇവിടെ പ്രസ്താവ്യമാണ്. ഇസ്ലാം മതം പ്രചരിപ്പിക്കാൻ മലിക് ഇബ്ദിനാരും കുടുംബവും കേരളത്തിൽ വരികയുണ്ടായെന്നും ഒരു കഥയുണ്ട്. അവർ ആദ്യം കൊടുങ്ങല്ലൂർ ഇറങ്ങിയെന്നും രാജാവ് ആതിഥ്യ മര്യാദയോടെ അവരെ സ്വീകരിച്ചെന്നും പറയപ്പെടുന്നു. ആദ്യത്തെ ക്രിസ്ത്യൻ പള്ളി പോലെ ആദ്യത്തെ മുസ്ലിം പള്ളിയും കൊടുങ്ങല്ലൂർ തന്നെയാണ് സ്ഥാപിച്ചത്. കൊടുങ്ങല്ലൂർ ലഭിച്ച സ്വീകരണത്താൽ പ്രചോദിതരായി മാലിക് ഇബ്ൻ ദിനാരും കുടുംബവും കേരളത്തിന്റെ മറ്റു ഭാഗങ്ങൾ സന്ദർശിക്കുകയും പള്ളികൾ നിർമ്മിക്കുകയും ചെയ്തതായി പ്രസ്താവമുണ്ട്. കൊല്ലം, മാടായി അഥവാ പഴയങ്ങാടി, കാസർഗോഡ്, ശ്രീകണ്ഠപുരം, ധർമ്മപട്ടണം, പന്തലായനി, ചാലിയം എന്നിവിടങ്ങളിലെ പള്ളികൾ ഇങ്ങനെ സ്ഥാപിക്കപ്പെട്ടവയാണത്രേ. ഇസ്ലാം മതം നൂറ്റാണ്ടുകൾ കൊണ്ട് കേരളത്തിൽ നല്ല പ്രചാരം നേടി. ഇവിടെ ഹിന്ദുക്കൾ കഴിഞ്ഞാൽ സംഖ്യാബലം കൊണ്ട് മികച്ചു നിൽക്കുന്നത് മുസ്ലിം സമുദായമാണ്. ഈ മതത്തിനുണ്ടായ പുരോഗതി പല അംശങ്ങളിലും കേരളീയ രാജാക്കന്മാർ അനുവർത്തിച്ച മതസഹിഷ്ണുതാ നയവുമായി ബന്ധപ്പെട്ടതാണ്. ഉത്തര കേരളത്തിൽ വിശേഷിച്ചും അങ്ങനെയായിരുന്നു. അവിടെ കോഴിക്കോട്ടെ സാമൂതിരിമാർ എല്ലാ മാർഗങ്ങളിലും മുസ്ലിങ്ങൾക്ക് സംരക്ഷണവും പ്രോത്സാഹനവും നൽകി. സാമൂതിരിമാർ അധികാരത്തിലിരുന്നപ്പോൾ കോഴിക്കോട്ടെ ഗണനീയമായ ഒരു പ്രമുഖ ശക്തിയായിരുന്നു മുസ്ലിങ്ങൾ. അവർ രാജാക്കന്മാരുടെ വിശ്വാസം ആർജിക്കുകയും രാജ്യകാര്യങ്ങളിൽ വമ്പിച്ച സ്വാധീനം ചെലുത്തുകയും ചെയ്തു. സാമൂതിരിമാർ തങ്ങളുടെ തന്നെ ഭാഗധേയം കരുതി മുസ്ലിങ്ങൾക്ക് വിശേഷ പരിഗണനയും സഹായങ്ങളും നൽകി.
അവരായിരുന്നു സാമൂതിരിമാരുടെ നാവിക പടയാളികൾ. സാമൂതിരിയുടെ നാവികസേനാനായകന്മാരായിരുന്ന കുഞ്ഞാലിമാർ പോർച്ചുഗീസുകാരുടെ സാമ്രാജ്യ വികസനത്തിനെതിരായി നടത്തിയ വീരസമരങ്ങൾ കേരള ചരിത്രത്തിലെ ഒരു പ്രധാന അധ്യായമാണ്. മാപ്പിളമാർ എന്ന് വിളിക്കപ്പെടുന്ന മലബാർ മുസ്ലിങ്ങൾ സാമൂതിരിക്കു വേണ്ടി എന്തിനും സന്നദ്ധരായിരുന്നു. നാവിക സൈന്യത്തിലേക്ക് വേണ്ടത്ര മാപ്പിളമാരില്ലെങ്കിൽ ഹിന്ദു സമുദായത്തിൽപ്പെട്ട മുക്കുവ കുടുംബങ്ങളിൽ നിന്ന് 1-2 അംഗങ്ങളെ വീതം മുസ്ലിങ്ങളായി വളർത്തിക്കൊണ്ടുവരാൻ പോലും സാമൂതിരിമാർ കൽപ്പിക്കുകയുണ്ടായി. മലപ്പുറം ജില്ലയിലെ ജനസംഖ്യയിൽ മുസ്ലിങ്ങൾക്കുള്ള ഉയർന്ന അനുപാതത്തിന് ഒരു വേള ഈ കൽപ്പനകൾ കാരണമായിട്ടുണ്ടാവാം. കേരളത്തിൽ മുസ്ലിം ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള ജില്ല ഇതാണല്ലോ.